ഹായ് വീവേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും പച്ചമാങ്ങ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ മാങ്ങ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ മാവാണ്. ഇന്ന് കുട്ടികൾക്കൊക്കെ നല്ല രസമായിരുന്നു മാങ്ങ പെറുക്കലും വലിയ മുളയുടെ നല്ല രസമായിട്ട് വെച്ചിട്ട് ഇന്ന് കുറച്ച് മാങ്ങ അറുത്തിട്ടുണ്ട്. ആ മാങ്ങയാണിത്. അപ്പോൾ അധികം വലിപ്പമുള്ള മാങ്ങയല്ല, ഒരു ചെറിയ സൈസ് മാങ്ങയാണ് ഇത്. കുറച്ച് മൂക്കാത്ത കുറച്ച് മാങ്ങയാണ്. അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് മൂത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ചെനപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിലത്ത് വീണിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അധികം മാങ്ങയും പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊരു ജാറിലേക്ക്, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില നന്നായിട്ട് കഴുകിയിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പച്ചമുളക്, ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, നിർബന്ധമില്ല. ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു വലിയ അരിപ്പ വെച്ചിട്ട്, ജ്യൂസിൻ്റെ അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് അരിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് ഇങ്ങനെ അടിച്ചെടുത്തിട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് ഐസൊക്കെ ചേർത്തിട്ട് കുടിക്കാം. നല്ല ടേസ്റ്റാണ്. അല്ല, പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പഞ്ചസാര ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. മുഴുവനായിട്ട് നമുക്കിതുപോലെ അരിച്ചെടുക്കാം. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ സത്ത് മുഴുവനായിട്ട് നമുക്ക് കിട്ടുന്ന വിധത്തിൽ നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ഐസ് വാട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടി ഇതൊന്ന് അടിച്ചെടുക്കാം. കുറച്ച് ഐസ് ക്യൂബും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ അരിച്ച് വെച്ചിട്ടുള്ള ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി മാങ്ങാ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ദാഹമുള്ള സമയത്ത് കുടിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഈ ചൂടൊക്കെ ഇങ്ങനെ കൂടി വരികയാണല്ലോ. അപ്പോൾ ചൂടൊക്കെ കൂടുമ്പോഴുള്ള കുരുക്കൾ ഇല്ലാതാക്കാനും ശരീരത്തിൻ്റെ ചൂട് കുറക്കാനൊക്കെ ഈ പച്ചമാങ്ങ ജ്യൂസ് കൊണ്ട് സാധിക്കും. ചൂട് കുറച്ചിട്ട് ശരീരത്തിന് തണുപ്പ് നൽകാൻ ഈ പച്ചമാങ്ങ ജ്യൂസ് കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രധാന ഗുണം എന്ന് പറയുന്നത് തടി കുറയുന്നുള്ളതാണ്. ശരീരത്തിലെ കലോറി കുറയുകയും ഇതിലൂടെ ശരീരം ഒതുങ്ങുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ശരീര ദുർഗന്ധം ഇല്ലാതാക്കാനും പച്ചമാങ്ങയുടെ ജ്യൂസ് വളരെയധികം സഹായിക്കും. രക്തക്കുറവ് പരിഹരിക്കുന്ന കാര്യത്തിൽ മുന്നിലാണ് പച്ചമാങ്ങ. ഇതിലുള്ള വൈറ്റമിൻ സി രക്തക്കുഴലുകളിലെ ഇലാസ്തികത വർദ്ധിപ്പിച്ച് പുതിയ രക്തകോശങ്ങൾ ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്നു. പിന്നെ പല്ലിൻ്റെ ആരോഗ്യത്തിനും മോണയുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. കരളിൻ്റെ ആരോഗ്യത്തിനും പച്ചമാങ്ങ വളരെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ അറിയാത്തവർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ.